ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട്. ഒരു ഡോക്ടർ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ ആരും ഇത് കേട്ട് ആദ്യം ഒന്ന് പതറിപ്പോവും. ഇന്ന് 15 വയസ്സ് കഴിയുന്ന പയ്യന്മാരിലോ പെൺകുട്ടികളിലോ പോലും ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ കണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പലപ്പോഴും ഉയർന്ന കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിലുള്ള ടോട്ടൽ കൊളസ്ട്രോളാണ് സാധാരണ ഡോക്ടർമാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് കൊളസ്ട്രോളിൻ്റെ അളവ് അറിയണം എന്നുണ്ടെങ്കിൽ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് നമ്മൾ 12 മണിക്കൂർ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട്, അതായത് രാത്രി നിങ്ങളൊരു 8 മണിക്ക് ആഹാരം കഴിച്ചാൽ 12 മണിക്കൂർ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് രാവിലെ 8 മണിക്ക് വെറും വയറ്റിൽ ചെയ്യുന്ന ടെസ്റ്റാണ് ലിപ്പിഡ് പ്രൊഫൈൽ. ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് രക്തത്തിലുള്ള ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് അറിയാൻ സാധിക്കും. LDL, അതായത് അപകടകരമായ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് എന്നതിൻ്റെ അളവ് അറിയാം. HDL, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഗുഡ് കൊളസ്ട്രോളിൻ്റെ അളവ് അറിയാം. പിന്നെ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ്, അതായത് നമ്മുടെ രക്തത്തിലുള്ള അപകടകാരിയായ ഏറ്റവും ചെറിയ കൊളസ്ട്രോൾ കണികകളുടെ അളവ്. പിന്നെ ട്രൈഗ്ലിസറൈഡ്, അതായത് നമ്മുടെ ശരീരം ഭക്ഷണത്തെ കൺവേർട്ട് ചെയ്ത് എനർജിയായിട്ട് മേക്ക് ചെയ്ത് രക്തത്തിലുള്ള ട്രൈഗ്ലിസറൈഡ്. ഇത്രയാണ് നമുക്ക് നോർമലി അറിയാൻ സാധിക്കുക. നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ രക്തത്തിൽ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏതാണ്ട് 200 മില്ലി ഗ്രാം പെർ ഡെസിലിറ്ററിൽ താഴെ നിൽക്കണം എന്നുള്ളതാണ് കണക്ക്. എന്നാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്കിൻ്റെയോ സ്ട്രോക്കിൻ്റെയോ ടെൻഡൻസി ഉണ്ടെങ്കിലോ ഒരു തവണ നിങ്ങൾക്ക് ഹൃദയാഘാതം വന്നവരാണെങ്കിലോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് 160 മുകളിലേക്ക് പോകാൻ പാടില്ല എന്ന് ഇന്ന് വൈദ്യശാസ്ത്രം നിഷ്കർഷിക്കുന്നുണ്ട്. ടോട്ടൽ കൊളസ്ട്രോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പലപ്പോഴും സംശയം തോന്നാം. ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലുള്ള ഗുഡ് കൊളസ്ട്രോളും ബാഡ് കൊളസ്ട്രോളും കൂടി കൂട്ടി അതോടൊപ്പം നിങ്ങളുടെ രക്തത്തിലുള്ള ട്രൈഗ്ലിസറൈഡിൻ്റെ 20% കൂടി ആഡ് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന പേരിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വണ്ണമുള്ളവർക്കാണ് സാധാരണ കൊളസ്ട്രോൾ കൂടുന്നതെന്നോ അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നവർക്ക് ഒരിക്കലും കൊളസ്ട്രോൾ വരികയില്ല അല്ലെങ്കിൽ ഉയരുകയില്ല എന്നുള്ള ഒരു വിശ്വാസം ആൾക്കാരിൽ മാറ്റേണ്ടിയിരിക്കുന്നു. ഇന്ന് ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ കൊളസ്ട്രോൾ ഉയർന്നു കാണാറുണ്ട്. കൊളസ്ട്രോൾ എപ്പോഴാണ് നമുക്ക് അപകടകാരിയായിട്ട് മാറുന്നതെന്ന് നോക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കാർബോഹൈഡ്രേറ്റിനെ നമ്മുടെ ശരീരം വലിച്ചെടുത്ത് നമ്മുടെ കരൾ ഇതിനെ കൊഴുപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിനെ, അതായത് അരി ആഹാരമോ ഗോതമ്പ് ആഹാരമോ മറ്റു മധുര പലഹാരങ്ങളോ എല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇവയെ നമ്മുടെ കരൾ കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് മാറ്റുന്നു. നോർമലി ഇതിന് നമ്മുടെ എനർജി ആയിട്ടാണ് നമ്മുടെ ശരീരം യൂട്ടിലൈസ് ചെയ്യുന്നത്. എന്നാൽ കൂടുതലായി നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇതിനെ കൺവേർട്ട് ചെയ്ത് ഫാറ്റായിട്ട് മാറ്റുന്നു. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അബ്സോർബ് ചെയ്യപ്പെടുന്ന ഫാറ്റ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടോട്ടൽ ഫാറ്റിൻ്റെ ഏതാണ്ട് 10% മാത്രമേ ഉള്ളൂ. ബാക്കി ഏതാണ്ട് 90% നമ്മുടെ കരൾ തന്നെയാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ചുരുക്കത്തിൽ വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കൂടിയാൽ നിങ്ങളുടെ കരൾ അതിനെ കൺവേർട്ട് ചെയ്ത് കൊഴുപ്പാക്കി മാറ്റും എന്ന് അർത്ഥം. നിങ്ങൾക്ക് അമിതവണ്ണത്തിൻ്റെ ടെൻഡൻസി ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് പ്രമേഹ രോഗത്തിൻ്റെ സാധ്യതയുണ്ടെങ്കിലോ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല, പകരം ഫാറ്റായിട്ട് കൺവേർട്ട് ആകും. ഇങ്ങനെ ഫാറ്റായിട്ട് കൺവേർട്ട് ആകുന്ന കൊഴുപ്പ് നമ്മുടെ വയറിന് ചുറ്റും അടിഞ്ഞുകൂടും. ഇങ്ങനെയാണ് പലപ്പോഴും അമിതവണ്ണത്തിൻ്റെ ടെൻഡൻസി ഉള്ളവർക്കെല്ലാം കുടവയർ ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള മറ്റൊരു അപകടം, നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ, അതായത് ഡയബറ്റിസ് രോഗമുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തത്തിൽ എപ്പോഴും പഞ്ചസാരയുടെ അളവ് ഉയർന്നു നിൽക്കും. നമ്മുടെ ലിവർ രക്തത്തിൽ ഉയർന്ന പഞ്ചസാര ഉണ്ടെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് കൊഴുപ്പാക്കി മാറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും പ്രമേഹ രോഗികൾ കൊളസ്ട്രോളിൻ്റെ അളവ് എപ്പോഴും ഉയർന്നു നിൽക്കുന്നത്. പ്രമേഹ രോഗികൾ കൊളസ്ട്രോളിൻ്റെ അളവ് ഉയർന്നാൽ അതിന് മറ്റൊരു അപകടം കൂടെയുണ്ട്. ഉയർന്ന കൊളസ്ട്രോൾ തന്മാത്രകളുടെ ഉള്ളിലേക്ക് വീണ്ടും പഞ്ചസാര തന്മാത്രകൾ പോയി അടിഞ്ഞുകൂടും. അതായത് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ മോളിക്യൂളിനകത്തേക്ക് രക്തത്തിലുള്ള ഉയർന്ന അളവിലുള്ള മധുരം, അതായത് പഞ്ചസാര പോയി അടിഞ്ഞുകൂടി ഈ ഒരു മോളിക്യൂളാണ് രക്തത്തിൽ കൂടി സഞ്ചരിക്കുന്നത്. ഇത് ഒരു പ്രമേഹ രോഗമില്ലാത്ത ഒരാളിൽ കാണുന്ന കൊളസ്ട്രോളിനേക്കാൾ പ്രമേഹ രോഗമുള്ളവരിൽ കാണുന്ന കൊഴുപ്പ് കണികകൾ വളരെ അപകടകാരികളാണ്. ഇവയാണ് ഏറ്റവും കൂടുതൽ ക്ലോട്ടും സ്ട്രോക്കും കിഡ്നി കംപ്ലയിൻസും എല്ലാം ഉണ്ടാക്കുന്നത്. ഇത് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, തലച്ചോറിൽ ക്ലോട്ട് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ വൃക്കകളിൽ പോയി അടിഞ്ഞുകൂടിയിട്ട് വൃക്കരോഗം ഉണ്ടാക്കാനുള്ള സാധ്യത, ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്.
ഇതുകൊണ്ടാണ് പലപ്പോഴും പ്രമേഹ രോഗമുള്ളവരിൽ ഡോക്ടർമാർ എപ്പോഴും കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ച് നിർത്തണം എന്ന് പറയുന്നത്. പലപ്പോഴും പ്രമേഹ രോഗമുള്ളവരിൽ LDL കൊളസ്ട്രോൾ, അതായത് രക്തത്തിലുള്ള ലോ ഡെൻസിറ്റി കൊളസ്ട്രോൾ ഉയരാതെ ഡോക്ടർമാർ നോക്കാറുണ്ട്. സാധാരണഗതിയിൽ 100 mg/dL വരെയാണ് നമ്മുടെ രക്തത്തിലുള്ള LDLൻ്റെ അളവ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 130 മുകളിലേക്ക് ആകുമ്പോൾ കുറച്ച് റിസ്ക് ആണ്. 160 മുകളിലാണ് കാണുന്നതെങ്കിൽ അത് ഉയർന്ന വാല്യൂ ആണ്. ഡോക്ടർമാർ ഇന്ന് ഈ LDL ഉയർന്ന അളവിനും മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് കൊളസ്ട്രോളിനെ പറ്റിയുള്ള പഠനങ്ങൾ കൂടുതൽ പുരോഗമിക്കും തോറും നമുക്ക് LDLൻ്റെ വാല്യൂ പോലെ തന്നെ പ്രധാനമാണ് HDL എത്ര, നമ്മുടെ ശരീരത്തിലുള്ള ഗുഡ് കൊളസ്ട്രോളിൻ്റെ അളവ് എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതും. നമ്മുടെ ശരീരത്തിൽ, അതായത് ആരോഗ്യമുള്ള ഒരാളുടെ HDLൻ്റെ അളവ് 40 മുകളിൽ നിൽക്കണം. 60 ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇൻ കേസ് നിങ്ങൾക്കൊരു ട്രൈഗ്ലിസറൈഡ് ഉയർന്ന ലെവലിലുണ്ടെങ്കിലോ ടോട്ടൽ കൊളസ്ട്രോൾ ഉയർന്നെങ്കിലോ LDL അപകടകാരിയായ കൊളസ്ട്രോൾ ഉയർന്നതാണെങ്കിൽ പോലും നിങ്ങൾക്ക് HDL കൊളസ്ട്രോൾ, ശരീരത്തിലുള്ള ഗുഡ് കൊളസ്ട്രോൾ ഒരു 60 മില്ലിഗ്രാം എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറയും. എന്നാൽ LDL ഉയരുന്നതിനോടൊപ്പം തന്നെ HDL കുറഞ്ഞു വരുന്നതാണ് ഇന്ന് ഇത്രയും രോഗങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം. HDL ഉയർത്തി നിർത്താനായിട്ട് നമ്മുടെ ശരീരത്തിന് ഗുണകരമായിട്ടുള്ള ഫാറ്റ് കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. നട്ട്സ് ഉണ്ട്, അതേപോലെ നമുക്ക് omega-3 ഫാറ്റി ആസിഡ് ഉള്ള മത്സ്യങ്ങൾ, ഒലിവ് ഓയിൽ, ഇവയെല്ലാം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഗുഡ് കൊളസ്ട്രോളിനെ വർദ്ധിപ്പിച്ച് നിർത്താൻ സഹായിക്കും. സാധാരണ രക്തത്തിൽ കൊളസ്ട്രോൾ ഉയരുന്നതിൻ്റെ കോംപ്ലിക്കേഷൻസ് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് കൂടുതൽ കാണുന്നത്. അതായത് സ്ട്രോക്ക് ആണെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലാണ് കൂടുതൽ കാണുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് 50 വയസ്സ് കഴിഞ്ഞാൽ, അതായത് മാസമുറ നിന്ന് കഴിഞ്ഞ സ്ത്രീകളിൽ ഇന്ന് LDL ലെവൽ ഉയരുന്നുണ്ട്. അവർക്ക് HDL ലെവൽ വല്ലാണ്ട് കുറഞ്ഞു, അതായത് 40 താഴേക്ക് കുറഞ്ഞു വരുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ സ്ത്രീകളിൽ കണ്ടാൽ, പ്രത്യേകിച്ച് 50 വയസ്സ് കഴിഞ്ഞവരിൽ കണ്ടാൽ, അവർക്ക് പുരുഷന്മാരെക്കാൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 50 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ സാധാരണഗതിയിൽ അവരുടെ സ്ത്രീ ഹോർമോൺ ഈസ്ട്രജൻ അവർക്കൊരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് HDL എപ്പോഴും അല്പം ലെവൽ ഉയർന്ന് നിൽക്കും. അത് അവർക്കൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. എന്നാൽ മാസമുറ കഴിഞ്ഞ്, പ്രത്യേകിച്ച് പ്രായം തോറും സ്ത്രീകളിൽ ഇതിൻ്റെ ഒരു റിസ്ക് ഏറി വരുന്നുണ്ട്. വ്യായാമം, ദിവസം ഒരു 40 മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാൻ വളരെയധികം സഹായിക്കും. അപ്പോൾ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ നിങ്ങൾ എണ്ണ കുറച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഇതിനകത്ത് വില്ലൻ എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.